ഇങ്ങനെ ഒരു അനുഭവം ആർക്കെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ പറയണേ. ഞാൻ 8-ലോ 9-ലോ പഠിക്കുന്ന സമയത്ത് എനിക്ക് ചിക്കൻ ബോക്സ് വന്നു. ഞങ്ങളുടെ വീട്ടിൽ എല്ലാവർക്കും വന്നു, അമ്മയ്ക്കൊഴിച്ച് ബാക്കി എല്ലാവർക്കും വന്നു. അപ്പോൾ എനിക്ക് അവസാനം വന്നു. അപ്പോൾ വലിയ കുരുക്കളായിരുന്നു, ഇങ്ങനെ ദേഹത്തെല്ലാം വലിയ കുരുക്കളൊക്കെ ആയിരുന്നു. അപ്പോൾ നമ്മൾ ആയുർവേദം നോക്കുന്നത്. അപ്പോൾ ഇത്ര ദിവസം കഴിയുമ്പോൾ കുളിക്കണമെന്നാണ്. വേപ്പിലയ്ക്കകത്താണ്, വേപ്പില വിരിച്ചിട്ടാണ് കിടക്കുന്നത്. അങ്ങനെ നമുക്ക് ഇത് ചിക്കൻ ബോക്സ് വന്ന് വലുതായിട്ട് പിന്നെ കുറേ നാൾ കഴിഞ്ഞപ്പോൾ അവർ ഒരു സമയമുണ്ടല്ലോ, ഇത്ര സമയം കഴിയുമ്പോൾ കുളിപ്പിക്കണം. അത് കഴിഞ്ഞിട്ട് എന്നെ കുളിപ്പിച്ച് എല്ലാം ഒരുവിധം എല്ലാം കരിഞ്ഞ് കഴിഞ്ഞിട്ടാണ് അമ്മയാണ് കുളിപ്പിക്കുന്നത്. കുളിപ്പിച്ചെല്ലാം കഴിഞ്ഞേച്ച് ഒരാഴ്ച ഞാൻ പുറത്തിറങ്ങിയിട്ടില്ല. എന്നിട്ട് ഒരാഴ്ച ഞാൻ പുറത്തിറങ്ങിയിട്ടില്ല എന്ന് വെച്ചാൽ ചിക്കൻ ബോക്സ് വന്ന സമയത്തും ഞാൻ പുറത്തിറങ്ങിയിട്ടില്ല. വീടിൻ്റെ അകത്ത് തന്നെ, വീടെല്ലാം അടച്ചു പൂട്ടിയിട്ടേക്കുക. അതിൻ്റെ ഇടയ്ക്ക് പിന്നെ വേറെ സംഭവങ്ങളൊക്കെ ഉണ്ട്. ഒരു തുണിക്കച്ചവടം ചെയ്യുന്നൊരു പുള്ളിയൊക്കെ വന്നിട്ട് എന്നെ കണ്ട് തൊഴുത് എനിക്ക് പഴമൊക്കെ മേടിച്ച് തന്ന് എൻ്റെ കാലത്തൊട്ട് തൊഴുതിട്ടൊക്കെ പോയി. അത് അവർ പറയുന്ന ദേവി വന്നെന്നൊക്കെയാണ് പറയുന്നത്. നമ്മളതിനെപ്പറ്റിയല്ല സംസാരിക്കുന്നത്. എന്ന് വെച്ച് എന്നെ കുളിപ്പിച്ച് കഴിഞ്ഞ ഒരാഴ്ച. അപ്പോൾ ഒന്ന് ഓർത്തണം, ഒരു മാസത്തിലധികം, ഒരു മാസമായിട്ട് ഞാൻ പുറത്തൊന്നും ഇറങ്ങുന്നില്ല. വീടിൻ്റെ അകത്ത് തന്നെ അടച്ചു പൂട്ടി തന്നെ ഇരിക്കുക, പുറം ലോകം കണ്ടിട്ടേ ഇല്ല. അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞ് കുളിപ്പിച്ചും കഴിഞ്ഞിട്ട് ഞാൻ പുറത്തിറങ്ങിയപ്പോൾ പിള്ളേർ മേളിൽ ഒരു ഗ്രൗണ്ടിൽ കളിക്കുന്ന സൗണ്ട് കേട്ടു. അപ്പോൾ നമ്മൾ ഒത്തിരി നാളായില്ലേ പുറത്തിറങ്ങി വെച്ച്. അപ്പോൾ ഞാനതുകൊണ്ടോ പിള്ളേരെയൊക്കെ കാണാം, കൂട്ടുകാരെയൊക്കെ കാണാമല്ലോ എന്ന് പറഞ്ഞ് സന്തോഷിച്ച് ഞാൻ ഓടി ആ തോട്ടത്തിലോട്ട് ചെന്നപ്പം നമ്മുടെ ഒരു സുഹൃത്ത് പോടാ വീട്ടിൽ പോടാന്ന് പറഞ്ഞ് എന്നെ ഓടിച്ചു. ഞാൻ പറഞ്ഞേടാ, എൻ്റെ എല്ലാം മാറി, എനിക്കെല്ലാം ചിക്കൻ ബോക്സ് എല്ലാം മാറി. അത് കഴിഞ്ഞിട്ട് കുളിപ്പിച്ച് കഴിഞ്ഞിട്ട് ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് ഞാൻ ഇറങ്ങുന്നതെന്ന് പറഞ്ഞപ്പോൾ ഇവൻ പോടാ നീ ഇവിടെ നിൽക്കണ്ട, നിൻ്റെ മുഖം കണ്ടു കഴിഞ്ഞാൽ ശരിയാകത്തില്ല, നിൻ്റെ മുഖം കണ്ടു കഴിഞ്ഞാൽ ഓക്കാനം വരും, മുഖത്തെല്ലാം കുരുക്കളുണ്ട്. ഞാൻ പറഞ്ഞടാ അതെല്ലാം മാറിയിടാ, കരിഞ്ഞടാ, എനിക്ക് സങ്കടമായി ഇനി കരിഞ്ഞടാന്ന് പറഞ്ഞു. ഞാൻ പോയില്ലെന്നും പറഞ്ഞു ഇവൻ വലിയൊരു കല്ലെടുത്തോളൂ, എന്നെ ഒരൊറ്റ ഏറ്. ഞാനപ്പോഴത്തേക്കും ഇച്ചിരി മാറി, എല്ലാവരും എൻ്റെ ദേഹത്ത് കൊണ്ടേനെ. എന്നിട്ട് ഞാൻ തിരിഞ്ഞ് നടന്നപ്പോഴത്തേക്കും ഇവൻ പിന്നെ ഒരു ഏറ് വലിയ കല്ലെടുത്ത് പിന്നെ എറിഞ്ഞ്. അങ്ങനെ എന്നെ എറിഞ്ഞ് ആ ഗ്രൗണ്ടിൽ നിന്ന് എന്നെ എറിഞ്ഞ് ഓടിച്ചിട്ടുണ്ട് ഒരു സുഹൃത്ത്. ഞാൻ അവനോട് ഇപ്പോഴും വീണ്ടും സഹകരിക്കും, എല്ലാം ചെയ്യുന്നുണ്ട്. എൻ്റെ മനസ്സിൽ അങ്ങനെ ഒരു ഭാഷയോ വൈരാഗ്യമൊന്നുമില്ല. എൻ്റെ മനസ്സിൽ ഇങ്ങനൊരു വിഷമമായിരുന്നു. ഞാനത് ഓർത്തി. അല്ലെങ്കിൽ നീക്കടാ, നീ എങ്ങനെയുണ്ടോ, കുറവുണ്ടോ എന്നുള്ളൊരു ചോദ്യമില്ല. വലിയ കല്ലെടുത്ത് എന്നെ എറിഞ്ഞ് ഓടിച്ചു. അങ്ങനൊരു അനുഭവം ഉണ്ടോ? ഈ നല്ല ബെസ്റ്റ് ഫ്രണ്ടായ ഒരു സുഹൃത്ത് നിങ്ങളെങ്ങനെ ഒഴിവാക്കിയിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ പറ.